എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഓക്കെ, സോ നമ്മൾ ചാർട്ട് അനലൈസിസ് കിടക്കാം. ഇത് ലാസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഐ തിങ്ക് ലാസ്റ്റ് വീക്കെൻഡിലാണ് ഞാനിത് ഷെയർ ചെയ്തത്. പിന്നെ ഇതിനായിട്ട് വീഡിയോ ഉണ്ടാക്കാൻ നേരെ കിട്ടില്ല, ഇച്ചിരി ബിസി ആയിപ്പോയി. സോ നമ്മുടെ ഈ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി കൺഫ്യൂസിവ് സ്ട്രക്ചറാണ്. മീൻസ് 5 തീരാനായിരുന്നു, ബട്ട് ഓൾറെഡി ഓവറോൾ ഭയങ്കര ബിയറിഷാണ് ഇപ്പോൾ സ്ട്രക്ചർ. ഓക്കെ, സോ ഞാൻ ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യും. നമുക്ക് ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് റീഡ് ചെയ്യാം ചാർട്ടിൽ ഇപ്പോൾ ബിഗർ ടൈം ഫ്രെയിമിൽ എന്താണ് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഡെയിലി ടൈം ഫ്രെയിമിൽ വരാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ കൗണ്ടിങ് നമ്മൾ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ 1 2 3 4 5 തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് ഇപ്പോൾ കിടക്കാനുള്ള സ്ട്രക്ചറിൽ. നമ്മുടെ കൗണ്ടിങ്സ് നിങ്ങൾ ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് ഓൾഡ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വീക്കിൻ്റെ ലാസ്റ്റ് 2 വീക്സിൻ്റെ വീഡിയോസ് ഒന്ന് കാണുകയാണെങ്കിൽ കൗണ്ടിങ് കറക്റ്റായിട്ട് അവർക്ക് അറിയാൻ പറ്റും. സോ ആ വീഡിയോ ഒന്ന് കാണണം, എന്നിട്ട് അവർക്ക് കൗണ്ടിങ് എക്സാക്ട്ലി അറിയാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു സ്ട്രക്ചറാണ്. ഇത്രയും ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒത്തിരി ലാസ്റ്റ് 2 ഡേയ്സ് ഭയങ്കര ഗ്യാപ്പ് ഡൗൺ ആയി, ഒത്തിരി ബിയറിഷ് കൂടിയായിരുന്നു. ഒത്തിരി നന്നായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയി. ലാസ്റ്റത്തെ ഈ ഒരു ലോ കൂടി ബ്രേക്ക് ചെയ്തു. യെസ്, ഓക്കെ, വീക്കാണ്. ബട്ട് ആസ് ഇൻവെസ്റ്റർ, നമ്മൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ നല്ല ഒരു ഏരിയ ആണ് ഇത്, ബൈങ് സോൺ. സോ ആസ് ഇൻവെസ്റ്റർ ഞാൻ ഇൻഡെക്സ് ഓപ്ഷൻസ് ട്രേഡിങ്ങിലല്ല പറയണത്. സോ പ്ലീസ് ആ ഒരു കാഴ്ച അതായിട്ടൊന്നും കാണേണ്ട. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബൈങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. സോ അതൊന്നും ചെയ്യാതെ യെസ്, പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനാണെങ്കിൽ ഈ ഒരു ഏരിയ നല്ലൊരു ബൈങ് സോണാണ്. ഇവിടുന്ന് നമ്മൾ ബൈങ് തുടങ്ങുകയാണെങ്കിൽ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ സൂപ്പർ ഏരിയ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് മൊത്തം വരുന്നത്. ഇനി വന്നു കഴിഞ്ഞാലും ഫോർ ലോങ് ടേം പോർട്ട്ഫോളിയോ സൂപ്പർ ഓസം നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടും ഇവിടുന്ന്. സോ നമ്മുടെ സ്ലോലി ഉണ്ടാക്കാൻ തുടങ്ങാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റയടിക്ക് ഫുള്ള് ഒരു എമൗണ്ട് ഇതിനകത്ത് ട്രേഡ് ചെയ്യില്ല. കാരണം വെച്ചാൽ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെർദർ ബിയറിഷ്നെസ് ഇതിൻ്റെ ബിലോ ആയിരിക്കും 21,270. ഇത് ബ്രേക്ക് ആയാൽ ഫെർദർ ഈ ഒരു ലോ, ഓക്കെ, ഇതിൻ്റെ ബിലോ ആണ് ഫെർദർ ബിയറിഷ്നെസ് ആവുള്ളൂ. ഓക്കെ, അപ്കമിങ് ടൈമിൽ ഇനി ഞാൻ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫിബനാച്ചി എടുക്കാം, നോർമൽ ഫിബനാച്ചി. ആൻഡ് ദെൻ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫിബനാച്ചി വെക്കുകയാണെങ്കിൽ കറക്റ്റ് 101% കറക്റ്റ് എക്സാക്ട് 101%ലാണ് ഇവർ ഇവിടുന്ന് ലാസ്റ്റ് 2 ഡേയ്സ് മുന്നേ ഐ തിങ്ക് മൺഡേ മാർക്കറ്റ് മൺഡേ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയി. ആൻഡ് എക്സാക്ട്ലി പ്രോപ്പർലി മാർക്കറ്റ് അവിടെ തന്നെ ഓപ്പൺ ആയത്. ഓക്കെ, അവിടെ നിന്ന് ഓപ്പൺ ആയി ആൻഡ് അവിടെ നിന്ന് ഒരു ബൈങ് ജനറേറ്റ് ആയി, ഓർ അവിടെ നിന്ന് ശരിയൊരു റിവേഴ്സൽ കാണിച്ചു എന്ന് പറയാം. ഓക്കെ, സോ ഇനി ഫെർദർ ബിയറിഷ്നെസ് ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ ഇപ്പോൾ എനിക്ക് അതില്ല, ടൈമില്ല, ബിസിന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ഫാമിലിയിൽ ചെറിയൊരു ഹോസ്പിറ്റൽ കേസാണ്. സോ ചെറിയൊരു സിറ്റുവേഷൻ ശരി അങ്ങനെയാണ്. സോ ബിസി നല്ല പോലെ ബിസിയാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് 2 ഡേയ്സ് ഒന്നും സമയം കിട്ടിയില്ല. ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു, റിപ്ലൈ എനിക്ക് തരാൻ പറ്റിയില്ല. ബട്ട് യെസ്, ആ ഒരു റിക്വസ്റ്റിലാണ് ആക്ച്വലി എനിക്ക് ചെറിയൊരു ഇപ്പോൾ ഗ്യാപ്പ് കിട്ടി. ഞാൻ ആ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്നത്. ഫുൾ ഹോസ്പിറ്റലിൽ ബിസിയാണ്. സോ പ്ലീസ് ഒന്നും കോപ്പറേറ്റ് ചെയ്യണം എല്ലാവരും കൂടി. ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് മോസ്റ്റ്ലി ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പ്രോപ്പർ അത് ഓർത്തിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ റെഗുലർ വ്യൂവേഴ്സ്ക്കൊക്കെ അറിയാം, ഞാൻ പ്രോപ്പർലി ഞാൻ മിസ് ചെയ്യാറില്ല. റെയർലി ഞാൻ 1-2 ഡേയ്സ് മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ, വീഡിയോസ് ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എനിക്ക് ടൈം കിട്ടിയാൽ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എക്സാക്ട്ലി പ്രോപ്പർലി. സോ അതുകൊണ്ട് പ്ലീസ് കോപ്പറേറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും കൂടി. യെസ്, നമുക്ക് ഇനി സ്ട്രക്ചർ ബിഗർ ടൈം ഫ്രെയിം സ്ട്രക്ചറാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഇത് റീഡ് ചെയ്യുന്നത് എങ്ങനെ ABC ആയിട്ടാണ്. സോ നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇത് A ആണെങ്കിൽ ഇവിടെ ഇത് A, ഇത് B ആണ്. സോ ഇനി ഫർദർ ഫോൾ ബിലോ ഇതിൻ്റെ വരുള്ളൂ. സോ സി ഇവിടെയും തീരാം, ഇവിടെയും തീരാം. ഓക്കെ, സോ സിയുടെ 3 റേഷ്യോ ആകും. സിയുടെ 3 റേഷ്യോസ് ഉണ്ട്. അത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം ഏതൊക്കെയാണ്. സോ ഈ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കിയാണ് സി എങ്ങനെയാണ്. ഇവിടെ എക്സ്റ്റെൻഡഡ് ഫിബനാച്ചിയാണ് നമ്മൾ എടുക്കാറുള്ളൂ. ABC സ്ട്രക്ചർ അതിൻ്റെ വീഡിയോ എനിക്ക് ഉണ്ടാക്കാൻ നേരെ കിട്ടിയിട്ടില്ല ഇതുവരെ.
നമുക്ക് എന്തായാലും നോക്കാം ആ ABC സ്ട്രക്ചറിൻ്റെ വീഡിയോ. ഇത് ഞാൻ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി ABC സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സി, ഇപ്പോൾ സിയിലാണല്ലോ പറയും. സോ സിയുടെ ടാർഗറ്റ്സ് ഏതൊക്കെയാണ്? 61.80, 81.20, 127.20. ഓക്കെ, 127.20 വരെ കണ്ടോ, ഇവിടെ വരെ ഇതിൻ്റെ റേഷ്യോസൊക്കെ ഉണ്ട് സി. സോ ഈ റേഷ്യോസിൽ എവിടെയെങ്കിലും തീരാനുള്ള ടാർഗറ്റ്സ് ആണ്. ഇവിടെ എവിടെയെങ്കിലും തീരാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് അവിടെ അത് ഡെയിലി ടൈം ഫ്രെയിം 1 ഹവറിലാണ്, ഇപ്പോൾ ബിഗർ ടൈം ഫ്രെയിമിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. സോ നമ്മളത് നോക്കുക. റെസിസ്റ്റൻസ് ആണ് ഞാൻ പറയുന്നത്. ടാർഗറ്റ് ആക്ച്വൽ ജെന്യൂൻ ടാർഗറ്റ് 127% ആണ്. ബട്ട് യെസ്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ടാർഗറ്റ്സ് ഉണ്ട്. സോ അതാണ് നമുക്ക് ശ്രദ്ധിക്കുന്നത്. 61.80, 81.20, 61.80, 81.20 ആൻഡ് 127.0. കണ്ടോ, 127.20% ബിഗർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ സഡൻ ഇനി എന്തായാലും നമുക്കിനി മുകളിലേക്കാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി വേഗം നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ വരാം. സ്മോൾ ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ, ഞാൻ ഇന്നാണ് ഇപ്പോൾ ആക്ച്വലി സെക്കൻഡ് ഹാഫിലാണ് ഐ തിങ്ക് ഞാൻ കുറച്ച് മാർക്കറ്റ് ട്രാക്ക് ചെയ്തത്. ഇന്നലെയൊക്കെ എനിക്ക് ചാർട്ട് നോക്കാൻ പോലും നേരം കിട്ടിയില്ലായിരുന്നു. ഫുള്ള് ഞാൻ ഹോസ്പിറ്റലിൽ ബിസി ആയിരുന്നു അവിടെ കൂടെ. സോ അതുകൊണ്ട് ഒരു ലൈവ് പോലെ തരാൻ പറ്റില്ല. വീഡിയോ ഞാൻ എങ്ങനെ ഉണ്ടാക്കാം, ഞാൻ ചാർട്ട് പോലെ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ സപ്പോർട്ട് സോണിൽ വന്നല്ലോ. ഇവിടെ സപ്പോർട്ട് സോണിൽ വന്നപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇത് റീഡ് ചെയ്യണത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റീഡ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. ഇത് 1 ആയിരുന്നു, 2 ആയിരുന്നു, 3 and 4 and 5. അതാണ് ഇത് ഫുള്ള് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ വേവിൻ്റെ ഇമ്പൾസിൻ്റെ സ്ട്രക്ചറായിരുന്നു. ഓക്കെ, ഇത് കൗണ്ട് ഈ 1, ഇത് ഇവിടെ വരെ 2, ഇത് 3 ആയി, ഇത് 4 ആയി, ഇത് 5 ആണ് ഇന്ന് കംപ്ലീറ്റ് ആയത്. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതെല്ലാം പ്രോപ്പർലി എല്ലാം ഇന്ന് കറക്റ്റായിട്ട് നമ്മുടെ റൂൾസ് ഗൈഡ് ലൈൻസൊക്കെ എല്ലാം പ്രോപ്പർലിയാണ് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്തത്. കണ്ട, ഇത് 1 ആണെങ്കിൽ സെക്കൻഡ് ഫോൾ 81.20% വരേണ്ടതാണ്. എലീറ്റ് വേവിൻ്റെ വീഡിയോ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഞാൻ പിന്നെ ചെയ്തേക്കാം വീഡിയോ കാണണം. ഓക്കെ, 81.20% ഫോൾ വരേണ്ടതാണ്. കണ്ടോ, ഫോൾ ഇവിടെ വരെ വന്നു. ഈ ഒരു ലെഗിൻ്റെ ഫോൾ 81.20% കണ്ടോ. സോ അവിടെ നിന്ന് വീണ്ടും ബൈങ് ജനറേറ്റ് ആയിട്ട്. സോ സെക്കൻഡ് വേവ് നമുക്ക് ഇത് കിട്ടിയല്ലോ. സെക്കൻഡ് ഇവിടെ വരെ. തേർഡ് വേവ് നമ്മുടെ എത്ര 127% വരേണ്ടതാണ്. സോ നമ്മൾ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കുക. ആൻഡ് ദെൻ ഇവിടുന്ന് ഇവിടെ വരെ നമ്മൾ നോക്കുവാണെങ്കിൽ സോ 127% അബവ് ആണ് പ്രൈസ് പോയിരിക്കുന്നത്. കണ്ടോ, 127% തന്നെ അതിൻ്റെ അബവ് തന്നെയാണ് പ്രൈസ് പോയിരിക്കുന്നത്. ഓക്കെ, നോർമൽ നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് നോർമലി ടാർഗറ്റാണ് 127. അതിൻ്റെ അബവ് പോയി. ആൻഡ് ഫോർത്തിൻ്റെ കറക്ഷൻ ആൻഡ് ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ് പുള്ളി ഇങ്ങനെ കംപ്ലീറ്റ് ആയി. സോ ഇനി പറയാനുള്ളത് എനിക്ക് എന്താണ്, ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ചെറിയൊരു ഇമ്പൾസ്, ചെറിയൊരു വേവ് ഇങ്ങനെ ആയിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, 5 മൂവ്സ് കഴിഞ്ഞാൽ എന്താ എൻഡിങ് ഡയഗണൽ കിട്ടേണ്ടതാണ്. ഓക്കെ, കിട്ടിയല്ലോ. സോറി, ലീഡിങ് ഡയഗണൽ പറയാം, എൻഡിങ് ഡയഗണൽ അല്ല, ലീഡിങ് ഡയഗണൽ. ഓക്കെ, അതാണ് അതിൻ്റെ സ്ട്രക്ചറാണല്ലോ. ഇപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി. സോ പ്രൈസ് ഇനി ഫർദർ ഡൗൺ സൈഡ് വരേണ്ടതാണ്. നാളെ ഇനി നോക്കാനുള്ള എന്താ ഉള്ളത്, നിങ്ങൾക്ക് വേഗം ഫിബൊനാച്ചി ഞാൻ എടുക്കുക. നാളെ നോക്കാനുള്ളത് എന്താണ്, പ്രൈസ് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഗ്യാപ്പ് അപ്പ് അല്ല ഗ്യാപ്പ് ഡൗൺ വേണമെങ്കിൽ ആവാം. ഓക്കെ, സോ ഇത് ഫുള്ള് യെസ്. ഓക്കെ, ഇത് ഫുള്ള് ഇപ്പോൾ ഇനി 1 ഡിഗ്രി ആയി. 1 ഡിഗ്രി ഓർ 1 വേവ് മേജർ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, 5 മൂവ്സ് സ്മോൾ ടൈം ഫ്രെയിമിൽ 5 മൂവ്സ് ആയി കഴിഞ്ഞാൽ 1 വേവ് ആകും. 1 വേവ് ഓർ 1 ഡിഗ്രി യു ക്യാൻ സേ. ഓക്കെ, 5 മൂവ്സ് കഴിഞ്ഞാൽ, കാരണം ലീഡിങ് ഡയഗണൽ പാറ്റേൺ. സോ സെക്കൻഡ് വേവിൻ്റെ ഫോൾ വരുമ്പോൾ 81.20% മാക്സിമം വരേണ്ടതാണ്. ഓക്കെ, 61.80 ഓർ 81.20 ഇതിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പിന്നെ റിവേഴ്സൽ. സോ മോസ്റ്റ്ലി ഞാൻ എന്താ നോക്കുന്നത്, നാളെ പ്രൈസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തെങ്കിലും ആണെങ്കിൽ പ്രൈസ് താഴെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് കയറുവാണെങ്കിൽ ബെറ്ററാണ്. SL ഇത് തന്നെ ആയിരിക്കും, ഇതിൻ്റെ ബിലോ പിന്നെ പോകാൻ പാടില്ല ഈ ഒരു SL. ഓക്കെ, സോ റെസിസ്റ്റൻസ് നമ്മൾ ചെയ്താൽ വരണത് നമ്മളൊക്കെ നമ്മുടെ ഇന്നത്തെ ഡേ ഹൈ, ഇതിൻ്റെ അബവ് പോയാൽ പ്രൈസ് ഇതിൻ്റെ ഇന്നത്തെ ഡേ ഹൈ അബവ് പ്രൈസ് പോകണമെങ്കിൽ ബുള്ളിഷ് ആവും. ഓക്കെ, ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് നാളെ, എനിക്ക് ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത്. സോ ഇത് ഫുള്ളി ഞാൻ 1 കൗണ്ട് ചെയ്യണേ. പ്രൈസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ താഴേക്കാണ് നോക്കുകയുള്ളൂ. ഫസ്റ്റ് പ്രൈസ് താഴേക്ക് സ്ലോ മൂവ് ആയിരിക്കും താഴേക്ക്, കാരണം സെക്കൻഡ് വേവിന് എപ്പോഴും സ്ലോ മൂവ് ആയിരിക്കും. സോ താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ബൈങ് ജനറേറ്റ് ആണെങ്കിൽ അത് തേർഡ് വേവിൻ്റെ ബൈങ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ തേർഡ് വരെ മാത്രം നമ്മൾ നോക്കുക. തേർഡ് വേവ് ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഈ ഗ്യാപ്പ് ഫെയിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ഈ ഗ്യാപ്പ് ആ 127% നോക്കിയാൽ മതി പിന്നെ ഇവിടുന്ന്. ഓക്കെ, ഈ ഗ്യാപ്പ് ആൻഡ് ദെൻ നെക്സ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് പറയുന്നത്
ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസും ഇനി ഉണ്ടാകും. ഓക്കെ, പിന്നെ ഇന്നത്തെ ഗ്യാപ്പ് ഇന്ന് മോർണിംഗ് ഞാൻ 1-2 പേര് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാനത് പറഞ്ഞായിരുന്നു. ഞാൻ ബുള്ളിഷാണ്, സ്ട്രക്ചറിൽ ഇന്ന് ബുള്ളിഷാണ്. പ്രൈസ് ഗ്യാപ്പ് അപ്പായി, പ്രൈസ് താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ബുള്ളിഷാണ്, വീക്കല്ല. എന്ന് വെച്ചാൽ റീസൺ എന്താ, ഇത് തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് അപ്പായിരുന്നു. തേർഡ് വേവിൻ്റെ ഈ ഗ്യാപ്പ് ആണെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് ഇന്ന് തന്നെ. നെക്സ്റ്റ് ഡേ ഡിഗ്രി കംപ്ലീറ്റ്, ദാറ്റ് മീൻസ് 5 മൂവ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫില്ല് ചെയ്യുള്ളൂ. അതൊക്കെ റൂൾസാണ്. എല്ലാ നിങ്ങൾ റെഗുലർ വീഡിയോസ് കാണുവാണെങ്കിൽ, പ്രോപ്പർലി വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും റൂൾസൊക്കെ എന്താണ്. കാരണം വെച്ചാൽ ആ റൂൾസ് എപ്പോഴും നമുക്ക് എക്സാക്ട്ലി എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. നമ്മളത് നോട്ട് ചെയ്ത് എവിടെയെങ്കിലും വെക്കണം. ഓക്കെ, അതാണ് നമുക്ക് മോസ്റ്റ്ലി എല്ലാം ശ്രദ്ധിക്കാനുള്ളത്. റൂൾസ് ഫോളോ ചെയ്യാറുണ്ട്, മാർക്കറ്റ് റൂൾസ് ഫോളോ ചെയ്യാറുണ്ട് ആസ് പെർ ഇല്ലിയറ്റ് വ്യൂ. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ബുള്ളിഷാണ്, ഞാൻ വീക്കല്ല. പ്രൈസ് താഴേക്ക് വരണം തുടങ്ങിയപ്പോൾ ഇവിടെ വരെ ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ സ്റ്റിൽ ബുള്ളിഷാണ്, ബിയറിഷ് അല്ല. പ്രൈസ് വരട്ടെ താഴേക്ക്. അപ്പോൾ വന്നു എന്തിന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ ഇവിടെ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈസ് തിരിച്ച് കയറിയത്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് 22,800 ആണ്, ബട്ട് അതൊന്നും ടച്ച് ആയില്ല. 22,700 വരെ ഞാൻ വീണ്ടും പോയി. ഇവിടെ എല്ലാവരും ബിയറിഷ് ആയിരുന്നു. ഞാൻ സജസ്റ്റ് ചെയ്തത് അപ്പ് മൂവാണ്. എന്നിട്ട് ഈ ഏരിയയിലാണ് ഞാൻ പറഞ്ഞത് 22,350, 360. എന്നിട്ട് അവിടെ നിന്ന് 700 വരെയാണ് പ്രൈസ് പോയത്. മേജർ ടാർഗറ്റിൻ്റെ 800 സംതിങ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഇത്ര വരെ പോയല്ലോ. അത് തന്നെയാണ്, അതും ഈ ഒരു മാർക്കറ്റിങ്ങിനത്തെ ഒരു മാർക്കറ്റ്. അപ്പോൾ ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ട്രെൻഡ് ലൈൻ്റെ ബിലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലാസ്റ്റ് വീക്കെൻഡിലാണ് ആ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ പ്രൈസ് ഇപ്പോൾ ഇത്ര നാൾ ബുള്ളിഷ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി, ബട്ട് ഇനി ഈ സ്ട്രക്ചർ ഡബിൾ ടോപ്പ് ആൻഡ് ABC സ്ട്രക്ചർ ആയിരുന്നു. ഇത് ഫുൾ ഇവിടുന്ന് A, B and Cയുടെ ഫോളാണ്. സോ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയ ഫർദർ ഫോൾ തന്നെ കിട്ടുള്ളൂ. അതായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. എന്തായാലും അത് പോട്ടെ, പ്രൈസ് ഇത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഫർദർ ഫ്രഷ് ഡിസ്കഷൻ നമുക്ക് ഇതിനകത്ത് നെക്സ്റ്റ് എന്താണ് നമുക്കിനി കൗണ്ട് ചെയ്യാനുള്ളത്. ഓക്കെ, കൗണ്ട് ചെയ്യാനുള്ളത് മേജർ നമ്മൾ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റിൽ ABC തന്നെയാണ്. ആ ബിഗർ ടൈം ഫ്രെയിമിൽ ABC സ്ട്രക്ചറാണ് ഇതിനകത്ത് ഉള്ളത്. ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ട്രെൻഡ് ലൈൻ എന്തായാലും വരച്ച് വെക്കണം ഇതിനകത്ത്. ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ ഇതാണ്, മസ്റ്റാണ്, മറക്കരുത്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതിനകത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് 1, 2, 3 ഇനി സ്റ്റിൽ ഇതിനകത്ത് ബൈങ് ജനറേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. റെസിസ്റ്റൻസ് ഇതാണ് ഫസ്റ്റ്. ബാങ്ക് നിഫ്റ്റിയിൽ സ്മോൾ ടൈം ഫ്രെയിം സ്ട്രക്ചർ എന്നൊന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുക്കണല്ലോ, ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുക്കണുണ്ടല്ലോ. സോ 1, 2, 3 അല്ല ABC ആയിരിക്കും. ABC എന്താണെന്നറിയാമോ, എപ്പോഴും മോസ്റ്റ്ലി ABCയുടെ 2-3 പാറ്റേൺസ് ഉണ്ട്. യൂഷ്വലി നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്ന പാറ്റേൺസ് ഇത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇതാണ് ബൈ, പിന്നെ താഴേക്ക് വന്നു പ്രൈസ്, ലാസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് ബൈങ് ജനറേറ്റ് ആയിരുന്നു. അതിൻ്റെ ജസ്റ്റ് ലോ ബ്രേക്ക് ചെയ്യാൻ സഡൻ ബൈങ് വരും. സോ അതിൻ്റെ SL ഹണ്ട് ചെയ്യും ആൻഡ് സഡൻ ബൈ വരും. ബൈ സഡൻ വരുള്ളൂ, സ്ലോ മൂവ് തന്നെ അല്ല. മൂവ് സ്ലോ വരത്തില്ല, ഇതിൽ സഡൻ ബൈ വരും. അതാണ് ABC സ്ട്രക്ചർ. C നമുക്ക് കൂടുതൽ പിടിക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ അവിടെ SL എടുത്തു ആൻഡ് ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുള്ളൂ. സോ ABC ആണെങ്കിൽ എല്ലാവർക്കും പിടിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. ഇത്തിരി ടഫാണ്, ഓക്കെ, ബട്ട് പഠിച്ചു കഴിഞ്ഞാൽ C നമുക്ക് ഷാർപ്പ്ലി കിട്ടും, ഹ്യൂജ് മൂവ് കിട്ടും, വെയിറ്റ് ചെയ്യേണ്ട, പ്രീമിയം അതിൽ കൂടുതലായിട്ട് മൂവ് ചെയ്യും. അതാണ്. ഓക്കെ, ഇനി ഫർദർ ഡൗൺഫോൾ ഇതിൻ്റെ ബില്ല് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ABC നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത്. ഇവിടുന്ന് A, ഇത് B and C. സോ സിയുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആകുമോ നമുക്ക് എങ്ങനെ നോക്കാനാണ്. സോ ഫ്രം ഹിയർ ടു ഇത് A, B and C 127% കണ്ട, 127% കണ്ട. അത് ഫസ്റ്റ് ടാർഗറ്റാണ്. 161.80 വരെ പോകാറുണ്ട്. ഓക്കെ, ഇനി ഫർദർ എന്താ, അതല്ലേ നമ്മൾ ചോദ്യം. നെക്സ്റ്റ് ഫർദർ എന്താണെന്ന് വെച്ചാൽ C കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് പ്രൈസ് താഴേക്ക് വരണ്ടാവും. സോ ബോത്ത് ഇൻഡെക്സിൽ പ്രൈസ് ഫസ്റ്റ് താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, ഇത് ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരിക്കും. ബോത്ത് ഇൻഡെക്സ് അത് തന്നെ പറയണേ, ഫസ്റ്റ് പ്രൈസ് താഴേക്ക് വരേണ്ടതാണ്. ഇതാക്കി ബുള്ളിഷ് ഇതിൻ്റെ അഭാവമാവുള്ളൂ ഞാൻ. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഹൈഡ് അഭാവം ബുള്ളിഷ് ആവുള്ളൂ. ഇത് സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ്. ഫർദർ ബിയറിഷ്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. നെക്സ്റ്റ് സപ്പോർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ബൈങ് ജനറേറ്റ് ആണ് ഈ ഒരു ഏരിയ. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടോ ഒരു നല്ല ഷാർപ്പ് ബൈങ്, കൺസോളിഡേഷൻ എന്തെങ്കിലും സഡൻ ഷാർപ്പ് ബൈങ്, നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് കൂടിയായി. ഓക്കെ, ഇതാണ് നമ്മുടെ
സോ മോസ്റ്റ്ലി ബോത്ത് ഇൻഡെക്സിൽ എന്താണ് പ്രൈസ് കുറച്ച് താഴേക്ക് വന്നിട്ട് പിന്നെ ബൈങ് ജനറേറ്റ് കുറച്ചുകൂടി ബെറ്റർ. ഇതിൻ്റെ ബിലോ പോയാൽ പിന്നെ ഫെർദർ ഫോൾ ഇനി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, വേഗം നമ്മൾ സെൻസെക്സ് അനാലിസിസ് കിടക്കാം. സെൻസെക്സ് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സെൻസെക്സ് ഓൾമോസ്റ്റ് ഇറ്റ്സ് ലൈക്ക് നിഫ്റ്റി ആയിരിക്കുള്ളൂ. ഓക്കെ, സെൻസെക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊക്കെ എല്ലാം ലാസ്റ്റ് ഷെയർ ചെയ്ത അനാലിസിസ് ആണ് സെൻസെക്സിലൊക്കെ. ഓക്കെ, സെൻസെക്സിൽ ഇത് തന്നെ 1 2 3 4 and 5 എക്സാക്ട്ലി ഇത് തന്നെയാണ് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണെന്ന് പറയാം. ഓക്കെ, ഒത്തിരി ന്യൂ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കൂടി പ്ലീസ് എലിറ്റ് വേവിൻ്റെ വീഡിയോസ് കാണണം, എന്നിട്ടേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് എങ്ങനെയാണ് സ്ട്രക്ചർ മൂവ് ആവുന്നത്. പിന്നെ ഇവിടെ ജെന്വൻ ആണ് എലിറ്റ് വേവ്. യെസ്, ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്, ഇച്ചിരി സമയം എടുക്കും. ബട്ട് യെസ്, ലൈവിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും. ചെറിയ മൂവ് അല്ല, സ്കാൽപ്പിംഗ് അല്ല, ഇതിനകത്ത് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. 5 minutes 15 minutes ട്രെൻഡ്, അതിൽ ചെറിയ മൂവ് കിട്ടത്തില്ല, നല്ല ഗുഡ് ആൻഡ് ഹ്യൂജ് മൂവ് നമുക്ക് കിട്ടത്തുള്ളൂ. സമയം എടുത്താലും കുഴപ്പമില്ല, ഇത്രയും സമയം എടുക്കും, ബട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ട്രെൻഡ് നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യുക. ഈവൻ ഈ നിഫ്റ്റി മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി മാത്രമല്ല, ഏത് ചാർട്ട് ഏത് ഇൻഡെക്സ് ആയാലും നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാൻ പറ്റും ഈസിലി. ഇതാണ് നമ്മുടെ എലിറ്റ് വേവിൻ്റെ മേജർ ഒരു ബെനിഫിറ്റ്, അതിൻ്റെ അതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് ഇതാണ്. ഇത് ബ്രേക്ക് ആയാൽ നമുക്ക് ഇത് നോക്കാം. 81.20% എന്തായാലും വെച്ചേരി നമുക്ക്, കാരണം വെച്ചാൽ വൺ വേവ് കംപ്ലീറ്റ് ആയല്ലോ. സെക്കൻഡ് വേവ് 81.20 വെച്ച് ഇത് ഇങ്ങനെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഈ ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്തതുപോലെ ഇത് തന്നെയൊക്കെ ആൻഡ് വെയിറ്റ് ചെയ്യുക. 81.20%, 61.80% ഓർ 81.20% വരെ പ്രൈസ് വന്നാൽ ഇവിടെ നിന്ന് റിവേഴ്സിൽ എടുക്കുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ ബൗൺസ്, കുറച്ചുകൂടി ബെറ്റർ നമുക്ക് മറ്റേ ഇത് കിട്ടുള്ളൂ. ചെറിയ വെച്ചാൽ നല്ല റിസ്ക് റിവാർഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഡൗൺ സൈഡ് ആണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് സ്കാൽപ്പിംഗ് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം വെച്ചാൽ ഡൗൺ സൈഡ് ലിമിറ്റഡ് ആയിരിക്കും, സ്ലോ ആയിരിക്കും. ഇവിടുന്ന് ബൈങ് ജനറേറ്റ് ആകും, അത് ഇച്ചിരി ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും, അത് ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടാണ് പിന്നെ ഇവിടുന്ന് ഫാസ്റ്റ് നമുക്ക് മൂവ് കിട്ടത്തുള്ളൂ. അതൊക്കെ ഞാൻ വേവ്സിൻ്റെ വീഡിയോയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലീൻ ചെയ്ത് ഡിസ്കസ് ചെയ്യാം നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇത് 81.20 സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളൂ. നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ചെയ്ത് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബിലോ ഉണ്ടായിരുന്നു, എല്ലാം മാച്ച് സ്ട്രക്ചർ ഇതാണ്. ഈ ട്രെൻഡ് ലൈനിൻ്റെ ബിലോ പ്രൈസ് പോയി. ഓക്കെ, സോ വീക്കാണ്, ഒന്നുമില്ല. ഫോർ ദ ഡൗൺ സൈഡ് ഇതിൻ്റെ ബിലോ ആയിരിക്കും. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. നമ്മൾ ഇത് 1 2 3 ഇപ്പോൾ മിഡ് ക്യാപ് സെലക്ട് ഉള്ളത്. സ്മോൾ ടൈം ഫ്രെയിമിൽ കേട്ടോ, ബിഗർ ടൈം ഫ്രെയിമിലല്ല. ബിഗർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അബവ് മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ. ഓക്കെ, അതുവരെ അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് വരും. ഇതിനകത്തുള്ളത് 1 2 3 ആണ്. സോ ബൗൺസ് വന്നാലും പിന്നെ സെൽ ഓഫ് വരാനുള്ള ചാൻസസ് ഇതിനകത്ത് ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ബൗൺസ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ബൗൺസ് ഈ ആ ട്രെൻഡ് ലൈൻ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, റെസിസ്റ്റൻസ് വരുന്നത് ഇത് റെസിസ്റ്റൻസ് ആണ്, പിന്നെ വരുന്ന റെസിസ്റ്റൻസ് അതായിരിക്കും. ഓക്കെ, സപ്പോർട്ട് ഈ ഒരു ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. തേർഡ് വേവിൻ്റെ ഗ്യാപ്പാണ് ഉണ്ടോ 1 2 3. സോ ഇത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ഗ്യാപ്പ്. ഇതിൻ്റെ ബില്ല് പോയാൽ പിന്നെ സ്ട്രക്ചർ മാറും, പിന്നെ വീക്കാകും. സ്ട്രക്ചർ മാറും, പിന്നെ ഇതിൻ്റെ വീക്കും ആവും സ്ട്രക്ചർ. നെക്സ്റ്റ് സപ്പോർട്ട് ഇത് ഇവിടെ ആണ് 10,600. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ. ട്രെൻഡ് ലൈൻ ഇതിനകത്തൊന്നും കാണുന്നില്ല. ട്രെൻഡ് ലൈൻ ചെറിയൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ബട്ട് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ടാവും പ്രൈസ് താഴെ തന്നെ വന്നിട്ടേ പിന്നെ മുകളിലേക്ക് കയറുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇപ്പം ഒന്നും ചെയ്യേണ്ട, ട്രെൻഡ് ലൈൻ്റെ അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ നോക്കേണ്ട. താങ്ക് യു.